കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ നല്ല നാടൻ ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ഞങ്ങൾ യാദൃശ്ചികമായിട്ട് കയറിയതാണ്, പക്ഷെ സംഭവം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പരിചയപ്പെടുത്താമെന്ന് കരുതിയേ. ഒന്ന് രണ്ട് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് കേട്ടോ. ഒക്കെ കൂടെ കഴിഞ്ഞിറങ്ങിയപ്പോൾ അറിയാലോ, നമ്മൾ പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാൽ 3:30 3:45 നല്ല വിശപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊരു ചെറിയ ചായ ഒരു ചെറിയ കടിയൊക്കെ കഴിച്ച് വിശപ്പടിക്കുന്നത്. പക്ഷേ ഈ ഒരു ഉച്ച കൊണ്ട് കഴിഞ്ഞാൽ ആ ചോറ് കിട്ടാത്തുള്ള വല്ലാത്തൊരു പരവേശത്തിലായിരുന്നു കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴി നല്ലൊരു ഹോട്ടൽ തപ്പി ഇങ്ങനെ പോവുക. ഞാനാണ് ഹോട്ടൽ നോക്കണം. അപ്പോഴാണ് ഇതേ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ഒരു ഓടിട്ട് വീട് ഉണ്ട്. ആ ബോർഡ് ഞാൻ ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് ഞാൻ വീടാണോ ഹോട്ടലാണോ എന്നൊരു സംശയം. അവിടെ ആൾക്കാർ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ഞാനോട് പറഞ്ഞിട്ട് അവിടെ ഒരു ഹോട്ടലാന്ന് തോന്നുന്നു. ഒന്ന് വണ്ടി വിളക്കി. ഏകദേശം ഞങ്ങൾ ലുലുമാളിൻ്റെ അവിടെ എത്താനായിരുന്നു. ഞങ്ങൾ വണ്ടി വിളിച്ചിങ്ങനെ വന്നപ്പോൾ ദേ അതൊരു മെസ്സ് തന്നെയാണ് കേട്ടോ. പേര് അംബിക മെസ്സ്. കാറൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ വേഗം ഉള്ളിൽ കയറി ചോദിച്ചു, ചേട്ടാ ചോറുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ഉണ്ടല്ലോ മക്കളെ വരി. അപ്പോൾ ദേ ഞങ്ങൾ കൈയൊക്കെ കഴിങ്ങനെ ഇരുന്നപ്പോൾ നല്ല നാക്കലൊക്കെ ഇട്ട് അതിലേക്ക് നല്ല ചൂട് ചോറും സാമ്പാർ, മീൻകറി, ഉപ്പേരി, പച്ചടി, അച്ചാറ്, രസം, പിന്നെന്താ പറയുക, അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഒരു ചമ്മന്തിപ്പൊടി. സ്വതവേ എനിക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഈ ചമ്മന്തിപ്പൊടി അടിപൊളി എന്നിട്ടോ. വെറും ചമ്മന്തിപ്പൊടിയല്ല, നമ്മളെ ചില്ലി ചമ്മന്തിപ്പൊടിയില്ലേ, അത് അടിപൊളി കേട്ടോ. ഈ കറി കൂട്ടി നമ്മളൊക്കെ കഴിച്ചെങ്കിൽ പോലും ഈ ചമ്മന്തിപ്പൊടി വെറും ചൂട് ചോറിലിങ്ങനെ കുഴച്ച് തിന്നുമ്പോൾ എൻ്റെ അമ്മോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കൂടാതെ ഈ ഭക്ഷണത്തിന് മാത്രം അങ്ങനെ പുകഴ്ത്തിയാൽ പോരട്ടോ. പണ്ട് അമ്മൂമ്മയും അമ്മയൊക്കെ പറയാറുണ്ട്, നമ്മളൊരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മനസ്സ് തന്നെ ചിരിച്ച് സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ അതിന് രുചിയേറുന്നു. അത് ഭയങ്കര സത്യമാണ് കേട്ടോ. ഇവിടുത്തെ ഏട്ടന്മാരെ കുറിച്ച് പറയാണ്ടിരിക്കാൻ വയ്യ. 2 ഏട്ടന്മാർ എല്ലാവരും കേട്ടോ. അവർ വന്നപ്പോൾ തൊട്ട് തന്നെ ഞങ്ങൾ ആ വിശന്ന് വന്നിരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയാണ് മക്കളെ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ആരോടൊക്കെയോ നമ്മളറിയുന്ന ഒരാളെ പോലെ കഥയൊക്കെ പറഞ്ഞ് വിളമ്പി തരാനും ഒരു പ്രത്യേക സ്നേഹം കേട്ടോ. അത് ഭയങ്കര എനിക്ക് സന്തോഷമായി കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഒരു അയില പൊരിച്ച് മേടിച്ചിരുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതും അധികം വലിച്ചു നിട്ടാതെ ഞാൻ സ്ഥലം എവിടെയാണെന്ന് പറയാം കേട്ടോ. നമ്മുടെ മിനി ബൈപ്പാസ് റോഡാണ്. മിംസ് ഹോസ്പിറ്റലിൽ ലുലു മാളിൽ നടുവിലായിട്ട് വരും. പിന്നെ ഇവിടെ കയറിയിട്ട് കഴിച്ച് നോക്കണേ. എന്നിട്ട് ഞാൻ പറഞ്ഞ അഭിപ്രായം ശരിയാണെന്നുണ്ടെങ്കിൽ പറയണം. എല്ലാവരും ഇനി ഇവിടുന്ന് ആരെങ്കിലും കഴിച്ചവരുണ്ടെങ്കിൽ എന്തായാലും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.